നൗഫലിലേക്ക് പോകുന്നു. നൗഫൽ, എന്താണ് നൗഫലിന് കിട്ടിയ വീടിന്റെ സ്ഥിതി? നൗഫൽ, വീടിന്റെ സ്ഥിതി ഭയങ്കര മോശമാണ് മാഡം. കാരണം നിങ്ങൾ വന്ന് നോക്കിയാലും നിങ്ങൾക്ക് അറിയാതെ ആ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഇന്നലെ മന്ത്രി വന്നിട്ട് ഉരച്ചു നോക്കും. മാർക്ക് ചെയ്ത ആ മാർക്കറാണ്, ആ കറുപ്പുള്ള ആ വരയാണ് മായ്ച്ചു കളഞ്ഞത് മന്ത്രി. അതിലൊക്കെ ഭയങ്കര ഒരു വിഷമമാണ്. കാരണം അപ്പൊ തന്നെ ഈ മന്ത്രിക്ക് പറയാം ഇത് കുറച്ച് ലീക്ക് ഉണ്ട്, അത് ഞങ്ങൾ പരിഹരിച്ച് തരുന്നു മന്ത്രിക്ക് തന്നെ പറയാം. മന്ത്രി അപ്പൊ തന്നെ ഈ ഉരച്ചു നോക്കിയിട്ട് എന്താന്നാ പറയുന്നത്, ഇത് ലീക്ക് അല്ല എന്നാ പറയുന്നത്. എല്ലാവർക്കും ഈ മന്ത്രിന്റെ തൊട്ടടുത്ത് അല്ല മാഡം, ഈ മന്ത്രിന്റെ തൊട്ടടുത്ത് ഞാനുണ്ട്. മന്ത്രിക്ക് അപ്പൊ വിളിക്ക, ഈ വീടിന്റെ ഉടമസ്ഥൻ എവിടെ, നമുക്ക് ഇത് പരിഹരിച്ച് എന്ന് വർത്താനം പറയാം. മൂപ്പർക്ക് ഒരു ഒരു സമ്മതം ഇല്ലാത്ത പോലെയാണ് പോയത്. ശ്രമിച്ചോ മന്ത്രിയോട് സംസാരിക്കാൻ? ശ്രമിച്ചു. അപ്പൊ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. മൊത്തം ആൾക്കാരായത്, ചുറ്റുപാടും ആൾക്കാരായതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പൊ ഞാൻ ഈ ജനലിന്റെ സൈഡിൽ തന്നെ ഞാൻ നിൽക്കുന്നുണ്ട്. മന്ത്രിക്ക് പറയാം ഈ ഉടമ എവിടെയെന്ന് ചോദിക്കാം, ഒരു വാക്ക് ചോദിക്കാം, എന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാം. അത് എനിക്ക് അതിനൊന്നും ഒരു വിഷമമൊന്നുമില്ല. ഞാൻ എന്റെ വീടിന്റെ കാര്യം ഞാൻ തുറന്ന് പറഞ്ഞു തന്നു. ഒരുപാട് സൈബർ ആക്രമണങ്ങൾ എനിക്ക് വരുന്നുണ്ട്. നൗഫലിനെതിരെ വരുന്ന ഒരു ആരോപണം ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ. സത്യം ഒരിക്കലും എങ്കിലും അത് തെളിയിക്കപ്പെടും, അത് 100% ഉറപ്പാണ്. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. നൗഫൽ ഒന്ന് ചോദിക്കട്ടെ, നൗഫൽ ഒരു കോൺഗ്രസ്സുകാരനാണെന്നും അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ കൂടെ വന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളൊരു മറുവാദമുണ്ട്. അവരോട് എന്താണ് മറുപടി? അവരോട് പറയാനുള്ളത്, കാരണം മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ എന്റെ രാഷ്ട്രീയക്കാരെ പിന്നെ പിടിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. കാരണം ഞാൻ ഇതുവരെ ഒരു രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ ഒരു സംഭവം, ഒരു രാഷ്ട്രീയം പറയാൻ എല്ലാവർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ, അതേപോലത്തെ ഒരു രാഷ്ട്രീയത്തിലുള്ള ആളും കൂടിയാണ് ഞാൻ. പക്ഷെ മന്ത്രി തന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്റെ രാഷ്ട്രീയ ആൾക്കാരെ പോയിട്ട് ഞാൻ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് എന്റെ വീടിന്റെ കാര്യം ഒന്ന് നിങ്ങളൊന്ന് നോക്കണം, അത് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവര് ആ വീട് നോക്കി നമുക്ക് ബോധ്യപ്പെടാന്ന് പറഞ്ഞിട്ടാണ് അവര് എന്റെ കൂടെ വന്നത്. നൗഫലിന് എവിടെ നിന്നാണ് ഭീഷണി? ഭീഷണി പറഞ്ഞാൽ അത് ഫോണിലൂടെ ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വെളിപ്പെടുത്തും. കാരണം ഇപ്പൊ അങ്ങനെ ഈ പബ്ലിക് ആയതുകൊണ്ട് ഇപ്പൊ ആരും വിളിച്ചിട്ടില്ല. പബ്ലിക് അല്ലാത്ത ദിവസങ്ങളിൽ ഇതിന്റെ മുന്നേ ഒരു 2-3 ആൾക്കാർ എന്നെ ഭീഷണി പിടിച്ചിരുന്നു. അത് പബ്ലിസിറ്റി ചെയ്യുമെന്ന് പറഞ്ഞത് പിന്നെ ഇതുവരെ അവര് മുന്നോട്ട് വന്നിട്ടില്ല. എന്താണ് ഭീഷണിപ്പെടുത്തി, എന്താണ് പറഞ്ഞത്? നമുക്ക് നോക്കാം, ഇനി ഞങ്ങൾ നോട്ട് ചെയ്തിക്കണെന്നൊക്കെയാണുള്ള ഒരു വർത്താനം. എങ്ങനെയൊക്കെ നാട്ടിലുള്ളവർ തന്നെയാണ്? അതെ അതെ അതെ. അത് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. അതിന് നമ്മള് അതിന്റെ പ്രതിനിധി ഞങ്ങളും കണ്ടു. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണോ? രാഷ്ട്രീയ പാർട്ടിന്റെ ആൾക്കാരെന്നെ, അല്ലാതെ അങ്ങനെ പറയില്ലല്ലോ. കാരണം ഞാൻ ഒരു ദുരിതബാധിതനാണ്, അതും കൂടി അവര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങേക്ക് എന്തൊക്കെയാണ് ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് നൗഫൽ? നഷ്ടപ്പെട്ടത് മാഡം, എന്റെ കുടുംബത്തിൽ 16 ആൾക്കാർ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ദുബായിലായിരുന്നു ജോലി, ഇപ്പൊ തന്നെ ജോലി ഇല്ല. ഞാൻ ഇപ്പോ വാടകക്കൊക്കെ ഓട്ടോ ഓടിച്ച് അങ്ങനെ പോയിട്ട് ജീവിച്ചു പോവുകയാണ്. എന്റെ പുതിയ ഒരു വീടായിരുന്നു. ആ വീട്ടിൽ കയറിയിട്ട് ഞാൻ ഒരു ദിവസം വരെ ഞാൻ കടന്നുറങ്ങിയിട്ടില്ല ആ വീട്ടിൽ. ആ വീട് വരെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഈ ടൗൺഷിപ്പിൽ സർക്കാരിന്റെ ഒരുപാട് സംഘടന എനിക്ക് വീട് തരാന്ന് പറഞ്ഞിട്ടും ഞാൻ സർക്കാർ തരില്ല, അത് നല്ലൊരു വീടായിരിക്കും പറഞ്ഞിട്ടാണ് ഞാൻ കൽപ്പറ്റ ഈ സ്ഥലത്ത് എനിക്ക് അവിടെ വീട് മതി. ഒരുപാട് സംഘടന എൻ്റെ അടുത്ത് പറഞ്ഞു വീട് നിങ്ങൾക്ക് വെച്ച് തരാന്ന്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കൽപ്പറ്റ ആവുമല്ലോ, സർക്കാരിൻ്റെതല്ലോ, വീട് കിട്ടാത്തവർക്ക് ആ സംഘടനക്കാർക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാർക്ക് വീട് കിട്ടാനുണ്ട്, അവർക്ക് നിങ്ങൾ കൊടുക്കുക, എനിക്ക് വീട് വേണ്ട, എനിക്ക് ഇപ്പൊ സർക്കാർ വീട് തരുന്നുണ്ട്. ആ വീടാണ് ഇപ്പൊ ഇങ്ങനത്തെ അവസ്ഥയിലാവുമ്പോ അതിന്റെ ഒരു വിഷമം. ശരി നൗഫൽ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മന്ത്രി നടത്തിയ നടപടി ശരിയായില്ല എന്നാണ് നൗഫൽ പറയുന്നത്. റൂഷിപാൽ, ഇപ്പോൾ ടൗൺഷിപ്പിലെ വിള്ളൽ വിഷയം അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണോ? ഇക്കാര്യത്തിൽ ഭരണപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് വയനാട് ഞങ്ങൾ വീടുകൾ കൊടുത്തു, കോൺഗ്രസിന്റെ വീടുകൾ എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു. പക്ഷേ കൊടുത്തു എന്ന് പറയുന്നിടത്ത് കൊടുത്തിട്ടില്ല എന്ന രൂപത്തിലേക്ക് അത് എത്തുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞു നിൽക്കാനാവുന്നത് റൂഷിപാൽ? സ്മൃതി, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ UDF-നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ വയനാട് പുനരധിവാസ ആരോപണങ്ങൾ ശക്തിയുക്തം LDF ഉയർത്തിയിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടത് ആക്ഷേപങ്ങൾ അത് LDF-നും സർക്കാരിനും തിരിച്ചടിക്കുന്ന കാഴ്ചയാണ്. കാരണം ഇതുവരെ വീട് കൈമാറിയിട്ടില്ല എന്ന് മാത്രമല്ല, നിർമ്മിച്ച വീടുകളിൽ ചിലതിന്
ചോർച്ചയുണ്ട്, അവിടെ വിള്ളൽ ഉണ്ട് എന്നത് സ്ഥിരീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് താൽക്കാലികമായി അത് അറ്റകുറ്റപ്പണിയിലൂടെ പരിഹരിക്കാൻ പറ്റുമെന്ന വാദം ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ആ വിള്ളൽ സ്ഥിരീകരിച്ചത് അത് പൂർണ്ണമായും പണി പൂർത്തീകരിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയത് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ, മന്ത്രി അവിടെ പരിശോധന നടത്തിയ കാര്യങ്ങൾ, അങ്ങനെ ഒട്ടേറെ വിവാദങ്ങൾ ഉയരുകയാണ്. UDF എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മന്ത്രിയുടെ സന്ദർശനത്തെയും മന്ത്രി നടത്തിയ പരിശോധനയും രൂക്ഷമായി വിമർശിക്കുന്നത്. അവിടെ എഞ്ചിനീയറാണ് പരിശോധന നടത്തേണ്ടത് എന്ന വാദം ഉയർത്തുന്നു. അതേസമയം അതിനെ എങ്ങനെയാണ് ഇനി LDF പ്രതിരോധിക്കുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ മന്ത്രി കെ രാജൻ അവിടെ സന്ദർശിച്ച് അത് ഒരു മാർക്കർ ഉപയോഗിച്ച് അത് രേഖപ്പെടുത്തിയതാണ് എന്ന വാദം ഉയർത്തുന്നതിനപ്പുറത്തേക്ക് ഇനി എന്തൊരു വാദമായിരിക്കും ഉയർത്തുക എന്നത് പ്രധാനമാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഈ വിള്ളൽ വന്ന വീടുകൾ വരും ദിവസങ്ങളിൽ സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ട്. സ്മൃതി. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രതികരിക്കുന്നു. വീട് ലഭിച്ച ചോർച്ചയുള്ള വീടിന്റെ വീട്ടുടമയും ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചു.